ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺ ഷാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും സ്നേഹം മാത്രം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നായ്മാറമുല മുതൽ ചെർക്കള വരെയാണ്. അപ്പം ചെർക്കളത്ത് ഒരുപാട് മാറ്റങ്ങളാണ് കാണാൻ പറ്റിയിട്ടുള്ളത് 4 മാസത്തിന് ശേഷം. ഇവിടുത്തെ ഫ്ലൈ ഓവർ ആണെങ്കിൽ നല്ല രീതിയിൽ ആദ്യം മെഗയുടെ ഞാൻ വർക്കിൻ്റെ ഒരുപാട് അവരെ വർക്ക് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റങ്ങളാണ് ഈ ഒരു 4 മാസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. നായ്മാറമുല ടൗൺ ഭാഗമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിനെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ചെയ്യാൻ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ചെർക്കള ടൗൺ വരെ കാണാം. പിന്നെ അതുപോലെ ഇവിടെ വരുന്ന ഒരു പെട്രോൾ പമ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗം തൊട്ട് ചെർക്കള പെട്രോൾ പമ്പ് വരെ, ആദ്യം കിട്ടുന്ന പെട്രോൾ പമ്പ് വരെ ഏകദേശം 90% വർക്ക് കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഏകദേശം ഈ 2 സൈഡിലെ സർവീസ് റോഡാണെങ്കിലും ഈ ഒരു 6 വരി പാതയാണെങ്കിലും ഫൈനൽ ലെയർ താറിങ് മാത്രമാണ് ഇവിടെയൊക്കെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം സന്തോഷ് നഗറിൽ വരുന്ന അണ്ടർപാസിൻ്റെ 2 സൈഡ് വരുന്ന റിട്ടേണിങ് വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ താറിങ് മണ്ണ് പ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് താറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 4 മൈലിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിങ്സ് ഒരു സൈഡിൽ നിന്ന് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇന്ദിരാനഗർ ഭാഗത്തുനിന്ന്. അപ്പോൾ നല്ലൊരു മാറ്റങ്ങളുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പഴയ പോലെ ഞാൻ ഇടയ്ക്ക് 3 മാസം വീഡിയോ ചെയ്യാത്തതുകൊണ്ട് പഴയൊരു റീച്ച് വീഡിയോക്ക് കിട്ടുന്നില്ല. എന്നാലും എൻ്റെ സ്ഥിരം കാണുന്ന ആൾക്കാർ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവരെല്ലാവരും ഒന്ന് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഫുൾ സ്ക്രീനായി കണ്ടു കഴിഞ്ഞാൽ അത് വീഡിയോ ആസ്വദിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗിയോട് കൂടി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. 90% നിങ്ങൾക്കറിയാം. 90% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ബേസിക്കായിട്ടുള്ള എല്ലാ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ സന്തോഷ് നഗർ വരുന്ന ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ ഒക്കെ വർക്ക് 2 സൈഡ് റിട്ടേണിങ് വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് മണ്ണ് പ്രസ്സിങ് താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാണ്. ഫൈനൽ ലെയർ താറിങ് മാത്രമാണ്. അതുപോലെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം എനിക്ക് എത്ര എടുക്കാൻ പറ്റുന്നുള്ള മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട്. മൈസൂർ ബാംഗ്ലൂർ റൂട്ട്, അവിടുത്തെ 6 വരി പാത, ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു വർക്കിൻ്റെ വ്യത്യാസങ്ങൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ വർക്കൊക്കെ കഴിഞ്ഞതാണല്ലോ, എപ്പോഴും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പം നമ്മുടെ കേരളത്തിലെ 6 വരി പാതയുടെയും മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലെ 6 വരി പാതയുടെയും വ്യത്യാസങ്ങൾ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വ്യത്യാസങ്ങൾക്കുള്ള മെയിനായിട്ടുള്ള കാരണം അതാണ്. അവിടെ 60 മീറ്റർ ഏറ്റെടുത്തിട്ടുള്ള ഒരു 6 വരി പാതയും നമ്മുടെ കേരളത്തിൽ 45 മീറ്റർ ഏറ്റെടുത്തിട്ടുള്ള ഒരു 6 വരി പാതയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങളിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എൻട്രി എക്സിറ്റ്, അതായത് മെർജിങ് പോയിൻറ്റ്, അതുപോലെ അണ്ടർപാസ് വരുന്ന സ്ഥലങ്ങൾ, പിന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലത് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അതൊരു ആക്സിഡൻറ്റ് പോയിൻ്റാണ്. കാരണം 45 മീറ്റർ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം അതങ്ങനെ വന്നത്. 100% അതൊരു ആക്സിഡൻറ്റ് പോയിൻ്റാണ്. എനിക്ക് തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു അനുഭവപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി പങ്കുവെക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഞാൻ മൈസൂർ റൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഞാനത് വേറെ തന്നെ എൻ്റെ കാറ് സൈഡാക്കി നിർത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻട്രി എക്സിറ്റിൻ്റെ ഭാഗം, അതുപോലെ ഈ അണ്ടർപാസ് വരുന്ന ഭാഗം, അവിടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കേരളത്തിലും ഈ എൻട്രി എക്സിറ്റ്, പിന്നെ അതുപോലെ അണ്ടർപാസ് വരുന്ന ആ ഒരു ഭാഗമൊക്കെ വേണ്ടിയിരുന്നത്. പക്ഷേ സാഹചര്യം നമ്മുടെ ഇവിടെ 45 മീറ്റർ ഏറ്റെടുത്തുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ അതിനൊരു സംവിധാനം കാണണമായിരുന്നു. കാരണം ഇവിടെ 100% ഒരു ആക്സിഡൻറ്റ് പോയിൻ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതും. എന്നോട് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എൻട്രി എക്സിറ്റിനെ കുറിച്ചും. അതുപോലെ അണ്ടർപാസിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ആ ഒരു വാഹനം കയറുന്ന സമയത്ത് ഒരു കാറിൻ്റെ ഒരു 50% എങ്കിലും നമ്മുടെ സർവീസ് റോഡിൽ എത്താണ്ട് നമുക്ക് 2 സൈഡിൽ നിന്ന് വരുന്ന വാഹനം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ഈ സർവീസ് റോഡിൽ കൂടി നല്ല സ്പീഡിലാണ് ചില സമയത്ത് ബൈക്കുകാരൊക്കെ നല്ല സ്പീഡില്ല, ഓട്ടോക്കാരൊക്കെ വരുന്നുള്ള ഒരു സ്പീഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു 4 മൈലിലെ തന്നെ ഒരു വീഡിയോ പറഞ്ഞതാണ്. നാനാർ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് ഒരു പേഷ്യൻറ്റിനെ ഒരു ഇനോവയിൽ കൊണ്ടുപോകുന്ന സമയത്ത്
സ്പീഡിലായിരുന്നു ആ വാഹനം പോകുന്നുള്ളത്. എൻ്റെ വാഹനത്തിൻ്റെ മുമ്പായിരുന്നു. അപ്പം സർവീസ് റോഡിൽ നിന്ന് ഒരു കാറ് കയറുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് എന്തോ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലുള്ള ഒരുപാട് അവസ്ഥകൾ ശരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇവിടുത്തെ എൻട്രി എക്സിറ്റ്. ആ ഒരു എക്സിറ്റ് ചെയ്യുന്ന നോക്ക് നിങ്ങൾ ആറുവരി പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടുന്ന് വരുന്ന സർവീസ് റോഡിൽ വരുന്ന വാഹനം സ്പീഡാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ശരിക്കും ഇവിടെ ആ ഒരു അതായത് മെർജിങ് പോയിൻ്റ് വരുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ഡിവൈഡർ ഒഴിവാക്കി അവർക്ക് എന്തെങ്കിലും ഒരു ജാലി പോലുള്ള സിസ്റ്റം ഇപ്പോൾ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ എല്ലാ സ്ഥലത്തും അതായത് എവിടെയാണോ മെർജിങ് പോയിൻ്റ് വരുന്നുള്ളത് അവിടെ ഒരു നെറ്റ് ടൈപ്പിലുള്ള ഒരു സംഭവമാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് സർവീസ് റോഡും ആറുവരിപ്പാതയിലെ 2 വാഹനങ്ങളും കാണാൻ പറ്റുന്ന ഒരു രീതി, ഒരു നെറ്റ് വെച്ച് ഒരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ലൈറ്റ് കാണാൻ പറ്റും വാഹനത്തിൻ്റെ, അതുപോലെ വാഹനങ്ങൾ ശരിക്കും കാണാൻ പറ്റും 2 സൈഡിലുള്ള ആ ഒരു രീതിയിലാണ് അവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ട്രാക്ക് തന്നെ വേർതിരിച്ച് ആ ഒരു സർവീസ് റോഡിലേക്ക് കയറാൻ പറ്റുന്ന ഒരു രീതി അത് വീഡിയോയിൽ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും അതൊരു ആക്സിഡൻറ്റ് പോയിൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം 90% വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫൈനൽ ലെയർ താറിങ് മാത്രമാണ് ഇവിടെയൊക്കെ ബാക്കിയുള്ളത്. പിന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറയാമെന്ന്, നമ്മുടെ കേരളത്തിൽ ഞാനിപ്പോൾ ഏകദേശം കൂടുതലൊന്നും ചെയ്തിട്ടില്ല. എന്നാലും മലപ്പുറം ഭാഗം, കണ്ണൂർ, പിന്നെ കോഴിക്കോട് ഭാഗത്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കൊരു മനസ്സിലായതൊരു കാര്യം, ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ കേരളം ഇപ്പം നടക്കുന്ന ഈ ഒരു വർക്ക് നമ്പർ 1 ആണ്. പിന്നെ നമ്മുടെ ഈ കർണാടക, അതായത് ഈ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലെ വർക്കിൻ്റെ ഫിനിഷിങ് നമുക്കൊന്നും എവിടെയും ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഡിവൈഡറൊക്കെ ഇവിടെ നമ്മൾ ULCC ചെയ്യുന്നത് ഡിവൈഡറിലൊക്കെ പുട്ടി ഇട്ടിട്ടാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുള്ളത്. അവിടെ പുട്ടി പോലും പോയിട്ട് അവിടെ ഒരു വാട്ടർ ലെവൽ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് ഇപ്പോൾ വർക്ക് കാണാൻ പറ്റുന്നുള്ളത്. പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെറുതെ ഹൈറ്റ് കൊടുത്ത് വെറുതെ മതിലൊക്കെ കെട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ തന്നെ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഫിനിഷിങ് 2ഉം വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ ചെർക്കള ടൗൺ ഭാഗത്ത് ഈ ഒരു ഭാഗം കഴിഞ്ഞ വീഡിയോ മുമ്പ് ഒരു 4 മാസം മുമ്പ് ചെയ്ത വീഡിയോനേക്കാൾ ഒരുപാട് മാറ്റങ്ങളാണ്. ചെർക്കള ടൗണിൽ വരുന്ന ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ എത്ര പില്ലറാണ് വരുന്നുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു സൈഡിൽ 3 ട്രാക്ക് എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫ്ലൈ ഓവർ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 3 ട്രാക്കും കൂടി ഒരു ലൈൻ ഫില്ലർ, അതായത് എനിക്ക് തോന്നുന്നത് 21 ലൈനിൽ 21 പില്ലറാണ് വരുന്നുള്ളത് ഒരു സൈഡിലായിട്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് 42 പില്ലറാണ് ഇതിൽ വരുന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി ക്യാമറ ഒക്കെ പൊക്കി ഇതിൻ്റെ ഷേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഒരു ഭംഗിയായിരിക്കും വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരു U ഷേപ്പിലാണ് ഇത് വരുന്നുള്ളത്. നല്ല ഭംഗിയുണ്ടാവും. കാരണം ഇപ്പം ഇപ്പോൾ കാണുന്ന ഒരു 3 ട്രാക്ക് തന്നെ ഒരു 3 ട്രാക്കും കൂടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിനിഷായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം അത്രയും ഒരു ഭംഗി ഇതിൽ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടെ ചെറിയൊരു വർക്ക് സർവീസ് റോഡിൻ്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. ടൗൺ ഭാഗത്തൊക്കെ കുറച്ച് താഴ്ന്ന രീതിയിൽ സർവീസ് റോഡ് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വർക്ക് സർവീസ് റോഡിൻ്റെ ഒക്കെ കുറച്ച് പെൻഡിങ് ആണ്. അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല സ്പീഡിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഒരു വാഹനം പോകുന്ന ഈ ഒരു റോഡിൽ നിങ്ങൾക്ക് ഞാൻ ഫ്ലൈ ഓവറിൻ്റെ ആദ്യം ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ചെർക്കള ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെർക്കള ഭാഗത്തുള്ള ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മീറ്ററാണ് ഫ്ലൈ ഓവർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാം. നല്ല ഒരു വർക്ക് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കും ഏകദേശം ബേവിഞ്ച പിന്നെ ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഇവിടുന്ന് ചെർക്കള ടു ബേവിഞ്ച വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ കുമ്പള ന്യൂ ബസ് സ്റ്റാൻഡ് വരെ വീഡിയോ ചെയ്യാനുണ്ട്. അതും കൂടി നിങ്ങളിലേക്ക് മാക്സിമം എത്ര കണ്ട് വീഡിയോ എത്തിച്ചു തരാൻ ശ്രമിക്കുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അതുപോലെ മൈസൂർ മാക്സിമം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വീഡിയോ വർക്ക് അവിടെ പ്രോഗ്രസ്സിങ് എല്ലാം കഴിഞ്ഞതാണല്ലോ, കംപ്ലീറ്റ് ആയി അവിടെ റോഡൊക്കെ ഓപ്പണായി കഴിഞ്ഞതാണ്. വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സമാധാനത്തിൽ നിങ്ങൾക്ക്
മെല്ലെ ഞാൻ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും ആ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. മൈസൂർ ബാംഗ്ലൂർ റൂട്ട് അത്രയും ഒരുപാട് മാറ്റങ്ങളാണ് അതിൽ കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ കേരളത്തിലെയും കർണാടക ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബേവിഞ്ച വരെ ഏറ്റവും കൂടുതൽ വളവുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. നല്ല മാറ്റങ്ങളാണ് മെഗ ഇവിടെ നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റോൺ ഷാ വ്ലോഗ് കാസർഗോഡ്.